ദൈവത്തിന് തന്റെ ജനങ്ങളോടൊപ്പം ദോഷം സംഭവിക്കുന്നത് ഒരിക്കലും ഇഷ്ടമല്ല. അതിനാലാണ് ഭക്തർ പ്രാർത്ഥിക്കുമ്പോൾ ദോഷം വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നത്. എങ്കിലും ചിലർ ദോഷത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ദുഷ്ടൻ ദോഷം തന്നെ ചെയ്യും, നാശം വികരും, കൊലപാതകം ചെയ്യും, മോഷ്ടിക്കും. നിങ്ങൾ വളരെ ജാഗ്രതയോടെ ഇരിക്കണം, കാരണം ആ വ്യക്തി നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ശരിയായ അവസരം കിട്ടുമ്പോൾ നിങ്ങളുടെ എല്ലാം കവർന്നെടുക്കാൻ കാത്തിരിക്കുന്നു. ദുഷ്ടനായ ശൈതാൻ നിങ്ങളെ പ്രാർത്ഥന ചെയ്യുന്നതിൽ നിന്നും മുട്ടുകുത്തി കനിവോടെ പ്രാർത്ഥിക്കുന്നതിൽ നിന്നും തടയാൻ എപ്പോഴും പലവിധം കാരണങ്ങൾ നൽകും. ഉദാഹരണത്തിന് അവൻ പറയും, നിനക്ക് പ്രാർത്ഥിക്കാൻ സമയം ഇല്ല, അല്ലെങ്കിൽ ചെയ്യേണ്ട മറ്റു അനവധി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെന്ന്. ഇങ്ങനെ അവൻ നിന്നെ വലിയ ആശയക്കുഴപ്പത്തിലാക്കും. നീ ഉണ്ടാക്കുന്ന ഈ കാരണങ്ങൾ യഥാർത്ഥത്തിൽ ഒന്നും പ്രയോജനപ്പെടില്ല. ഇതിൽ നിന്നും നിനക്ക് യാതൊരു സത്യമായും നേട്ടവും ഉണ്ടാകില്ല. കാരണം ഇത് മനസ്സിലാക്കണം, നീ നിന്റെ ഭാഗത്തു നിന്നും മുഴുവൻ ശ്രമിച്ചിട്ടും എല്ലാ പ്രാർത്ഥനകളും ചെയ്താലും ശൈത്താന്റെ ദുഷ്ടതയുള്ള പദ്ധതി എന്നാൽ നിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് തടയാൻ ലോകത്തിലെ അനാവശ്യമായ പല കാര്യങ്ങളിലും നിന്നെ മുഴുവൻ അകപ്പിച്ചു വെക്കുക എന്നതാണ് എന്നും.